ഗായ്സ്, അപ്പോൾ ഇന്ന് ഞാനുള്ളത് ഞാനും നമ്മുടെ ശേഖരൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, അക്രമിൻ ശേഖരനാണ്. ഞങ്ങൾക്ക് കൊല്ലത്താണ് ഇന്നിട്ട പ്രോഗ്രാം. അപ്പോൾ ഞങ്ങളിത് ഒരുപാട് നേരത്തെ യാത്രയൊക്കെ കഴിഞ്ഞ് ഇത് നല്ല ടയേർഡായിട്ട് ഇത് നമ്മളെ കമ്മിറ്റി സ്ഥലത്തേക്ക് എത്തി. അപ്പോൾ എൻ്റെ മുഖം നോക്കിക്കഴിഞ്ഞാൽ തന്നെ അറിയാം യാത്രക്ഷീണം നന്നായിട്ടുണ്ട്. ഉറക്കൊന്നുമില്ലാതെ ഞങ്ങൾ ഒരു 9 മണിക്കൂറോളം യാത്ര ചെയ്തിട്ട് എത്തിയതാണ് കേട്ടോ. അതിനിടയിൽ ഒരു കാര്യം പറയാൻ വിട്ടുപോയി കേട്ടോ. ഞങ്ങളിത് ഈ കാണുന്ന ഗ്രൗണ്ട് ഉണ്ടല്ലോ, ഒരു സ്കൂൾ ഗ്രൗണ്ടാണ് കേട്ടോ. അപ്പോൾ അവിടെ ഒരു 3 മണിക്കൂറോളം റെസ്റ്റ് എടുത്തിട്ടുണ്ടായിരുന്നു. ആനയും നമുക്കും ഒരു ചെറിയൊരു റെസ്റ്റ് എന്നുള്ള രൂപത്തിൽ ഞങ്ങൾ റെസ്റ്റ് എടുത്തു ഒരു 3 മണിക്കൂറോളം. അതിന് ശേഷം ഞങ്ങൾ കമ്മിറ്റി സ്ഥലത്തേക്ക് പോകാൻ വേണ്ടി നിൽക്കാൻ ആനയെ ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അതായത് കുറിയൊക്കെ തൊട്ട് മിടുക്കനെ സുന്ദര കുട്ടപ്പനായിട്ട് നമുക്ക് അവിടെ കമ്മിറ്റി സ്ഥലത്തേക്ക് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇപ്പോൾ നമ്മളുള്ളത് നമ്മുടെ കൊല്ലത്ത് തട്ടാമല എന്ന് പറയുന്ന ശ്രീ ഭഗവതി ഭദ്രകാളി ക്ഷേത്രത്തിൽ പൂയ മഹോത്സവമാണ് ഇന്നിവിടെ നടക്കാൻ പോകുന്നത്. ഇവിടുത്തെ ഒരു പ്രോഗ്രാം എന്ന് പറയുമ്പോൾ ഞാൻ ആദ്യമായിട്ടാണ് കൊല്ലത്ത് പൂരം കാണാൻ വരുന്നതും. ഇന്നത്തെ ആദ്യത്തെ അനുഭവമാണെങ്കിൽ പോലും എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. കാര്യം നമ്മൾ തൃശ്ശൂരും കുന്നംകുളത്തും പാലക്കാടൊക്കെയാണ് നമ്മൾ പൂരങ്ങളും ആഘോഷങ്ങളൊക്കെ ഞാൻ കണ്ടിട്ടുള്ളത്. പുറത്തൊരു പൂരങ്ങൾ ഞാൻ ആദ്യമായിട്ട് കാണുന്നത് ഇതേ കൊല്ലത്താണ് കേട്ടോ. അപ്പോൾ ഇവിടുത്തെ ഒരു സ്വീകരണം എന്ന് പറയുമ്പോൾ ഭയങ്കര ഇഷ്ടപ്പെടുന്ന രീതിയിലാണ് ഞങ്ങൾ ആനയും കൊണ്ട് ഇറക്കിയതും. ആനക്കാർക്ക് വേണ്ടതും നമുക്ക് വേണ്ട എല്ലാ സൗകര്യങ്ങളും ചായ അങ്ങനെ എല്ലാ കാര്യങ്ങളും ചെയ്തതിന് ശേഷം ആനയ്ക്കൊരു ഇത്തിരി റെസ്റ്റൊക്കെ കൊടുത്തിട്ട് ഒരു സ്വീകരണം ഉണ്ടായിരുന്നു. എൻ്റെ മക്കളെ ഒന്നും പറയാനില്ല, ഭയങ്കര രസമായിരുന്നു. അതിൻ്റെ കാര്യങ്ങളും നമ്മൾക്കിതേ വഴിയിൽ കാണിച്ചു തരാം കേട്ടോ. ഭക്ഷണമൊക്കെ കഴിച്ചിട്ട്, ഭക്ഷണം എന്ന് പറയുമ്പോൾ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റാണ് കേട്ടോ. അത് കഴിച്ചിട്ട് നേരെ ഞങ്ങൾ സ്വീകരണത്തിന് വേണ്ടി റെഡിയായിട്ട് നമ്മുടെ ആനയും നമ്മളെല്ലാവരും കൂടിയിട്ട് ഇറങ്ങിയിട്ടിരിക്കുകയാണ്. ഇവിടുത്തെ ഒരു സ്വീകരണം എന്ന് പറയുമ്പോഴും പൂരത്തിനെ കുറിച്ച് പറയുമ്പോഴത്തേക്കില്ലേ, ഞാൻ മുന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നു പാലക്കാട് ജില്ല, തൃശ്ശൂർ ജില്ല, അതുപോലെ തന്നെ നമ്മൾ കുന്നംകുളം പ്രദേശത്തൊക്കെ നമ്മൾ പൂരങ്ങൾ അറ്റൻഡ് ചെയ്തിട്ടുണ്ട്. പക്ഷെ കൊല്ലത്തെ പൂരം അടിപൊളിയായിരുന്നു. കാര്യം കമ്മിറ്റിക്കാരാണെങ്കിലും നാട്ടുകാരാണെങ്കിലും വീട്ടുകാരാണെങ്കിലും എല്ലാം കൊണ്ടും ആനയ്ക്ക് വേണ്ട സൗകര്യങ്ങളും നമുക്ക് കൂടെ പോയവർക്കാണെങ്കിലും നമുക്ക് എല്ലാവർക്കും വേണ്ട സൗകര്യങ്ങൾ ഒരുക്കി നമ്മളെ മാക്സിമം സന്തോഷിപ്പിക്കുക എന്നുള്ള ആ ഒരു ഉത്തരവാദിത്തം ഉണ്ടല്ലോ, അത് അവർ നല്ല ഭംഗിയായിട്ട് തന്നെ ചെയ്തു. പിന്നെ ഞങ്ങൾക്ക് സത്യം പറഞ്ഞാലില്ലേ, അവിടുന്ന് പോരുമ്പോൾ ഞങ്ങൾക്ക് പോകുന്നപ്പോൾ നന്നായിട്ട് മിസ് ചെയ്തു കേട്ടോ. ആ ഒരു ഭാഗവും നമ്മുടെ ആ ഒരു കമ്മിറ്റിയും പരിപാടികളൊക്കെ. അപ്പോൾ ഇപ്പോൾ 2 കിലോമീറ്ററോളം ഞങ്ങളിങ്ങനെ നടന്നു കേട്ടോ. കാലത്തൊരു 10 മണി വരെ ഉണ്ടായിരുന്നുള്ളൂ സ്വീകരണം. ഒരു 8 മണിക്ക് തുടങ്ങി ഒരു മാക്സിമം ഒരു 10 മണി വരെ. അതിന് ശേഷം വൈകുന്നേരം 5 മണി വരെ ആനയ്ക്ക് റെസ്റ്റാണ്, നമുക്ക് എല്ലാവർക്കും റെസ്റ്റാണ്. 5 മണിക്ക് ശേഷം ഒരു 9 മണി വരെയാണ് കേട്ടോ ഇവിടുത്തെ പൂരം. അപ്പോൾ നമുക്ക് ആനപ്രേമികൾക്ക് എല്ലാവർക്കും കണ്ടിരിക്കാനാണെങ്കിലും അത് കാണുമ്പോൾ നമുക്കൊരു സന്തോഷമാണ്. കാര്യം വെയിലിൻ്റെ കാര്യത്തിലാണെങ്കിലും ബാക്കി എല്ലാത്തിനും ആനക്ക് ഫുള്ളായിട്ട് റെസ്റ്റ്, സമാധാനത്തോടു കൂടിയിട്ട് പൂരം എടുക്കാം എന്നുള്ള ആ ഒരു വ്യത്യാസം ഉണ്ടല്ലോ, അതെനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട്. കൊല്ലം പൂരം അടിപൊളി. കണ്ടില്ലേ, ഇത്തിരി മുന്നേ ഞാൻ പറഞ്ഞായിരുന്നില്ലേ നമ്മുടെ ശേഖരന് കിട്ടിയ ഒരു സ്വീകരണം, ഞങ്ങൾക്ക് കിട്ടിയ ഒരു വലിയ എന്താ പറയുക ഒരു എക്സ്പീരിയൻസ് ഒക്കെ. അപ്പോൾ ഇതാണ് കേട്ടോ ഞാൻ പറഞ്ഞത്. ഇത് ബ്ലോക്കോ അല്ലെങ്കിൽ കല്യാണത്തിരക്കോ അങ്ങനെ ഒന്നുമല്ല, നമുക്ക് അക്രമൻ ശേഖരന് കിട്ടിയ സ്വീകരണമാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കേട്ടോ. മുന്നിലോട്ട് പോയി കഴിഞ്ഞാൽ ഒത്തിരി വണ്ടികളുണ്ട്, 3 ബസ്സും അതുപോലെ തന്നെ കാറുകൾ, ബൈക്കുകൾ, അങ്ങനെ
ഒരുപാട് വണ്ടികളും കൊണ്ടാണ് നമുക്ക് കിട്ടിയ ആ ഒരു സ്വീകരണം. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു പഴഞ്ചൊല്ലുണ്ട് അല്ലേ, കൊല്ലം കണ്ടവനിക്ക് ഇല്ലം വേണ്ട എന്നുള്ളത്. സത്യമാണ്. അത് എന്തുകൊണ്ടാണ് ആ പഴഞ്ചൊല്ല് എന്തുകൊണ്ടാണെന്നുള്ളത് തെറ്റിദ്ധരിക്കേണ്ട കാര്യം. ഇവിടുന്ന് അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ നമ്മുടെ നാട് മറന്നു പോകുന്നുള്ളതാണ് കാര്യം. അത്രയും സ്നേഹം, അതുപോലെ തന്നെ അവർ എങ്ങനെയൊക്കെ നമ്മളെ സ്നേഹിക്കാൻ പറ്റണോ അങ്ങനെയൊക്കെ നമ്മളെ സ്നേഹിച്ച് കൊല്ലുമെന്നുള്ളതാണ്. അതുകൊണ്ടാണ് നമ്മൾ ഇല്ലം മറക്കും എന്നുള്ളത് കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെ തന്നെ എനിക്ക് പറയാനുള്ളൂ. കൊല്ലത്തെ പൂരം അടിപൊളിയായിരുന്നു. നിങ്ങൾ കാണാത്തവർ പൂരപ്രേമികളാണെങ്കിൽ ഒരു തവണയെങ്കിലും നിങ്ങൾ കൊല്ലത്തെ പൂരം ഒന്ന് കണ്ട് മടങ്ങണം. കാലം കാത്തിരുന്ന മേടപ്പൂയം